നമസ്കാരം. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ കറണ്ട് ഉപയോഗിക്കുന്നത് ഇനി ആലോചിച്ചിട്ട് മതി. DOD വരുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് DOD അഥവാ ടൈം ഓഫ് ഡേ ഈടാക്കാനുള്ള വൈദ്യുതി ബോർഡിൻ്റെ തീരുമാനം ബാധിക്കുക 7.90 ലക്ഷം പേരെയാണ്. പ്രതിമാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് DOD ബാധകമാവുക. 20 കോടിയിലധികം രൂപയാണ് KSEBക്ക് ചിലവ് വരിക. ഈ തുക മീറ്റർ വാടകയായി ഉപഭോക്താക്കൾക്ക് നൽകണം. പ്രതിമാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് DOD ബാധകമാവുക. 20 കോടിയിലധികം രൂപയാണ് KSEBക്ക് ചിലവ് വരിക. ഈ തുക മീറ്റർ വാടകയായി ഉപയോക്താക്കൾ നൽകണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിന് നിരക്കിൽ 10% ഇളവ് ലഭിക്കുമെന്ന നേട്ടമുണ്ടെങ്കിലും വൈദ്യുതി ഉപയോഗം കൂടിയ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 25% അധികം നിരക്ക് നൽകേണ്ടിയും വരും. നിരക്ക് വർധനയ്ക്ക് മുൻപ് ഇത് 20% ആയിരുന്നു. നിലവിൽ DOD ബില്ലിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ഈ വർധന ബാധകമാകും. ഡിസംബർ 5-നാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. നിലവിൽ 250 യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന 5 ലക്ഷത്തോളം ഉപയോക്താക്കളുടെ വീട്ടിൽ DOD മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും അവർക്ക് സ്ലാബ് അനുസരിച്ചുള്ള ബില്ലാണ് നൽകിയിരിക്കുന്നത്. ഈ മീറ്ററിലെ പ്രോഗ്രാമിംഗ് മാറ്റിയാൽ DOD ബിൽ നൽകാനാകും. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയതിന് പിന്നാലെ ഇന്ധന സെസ് ഇനത്തിൽ യൂണിറ്റിന് 17 പൈസ കൂടി വർദ്ധിപ്പിക്കണമെന്ന KSEBയുടെ ആവശ്യം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും തള്ളി. ഇതു സംബന്ധിച്ച് ഇന്നലെ നടന്ന പൊതു തെളിവെടുപ്പിലാണ് KSEBയുടെ അപേക്ഷ കമ്മീഷൻ ചെയർമാൻ DK ജോസ് നിരാകരിച്ചത്. നിലവിൽ ഇന്ധന സെസ്സായി 20 പൈസ വാങ്ങുന്നുണ്ട്. ഇതുൾപ്പെടെ ഈ മാസം മുതൽ 36 പൈസയാണ് യൂണിറ്റ് വൈദ്യുതിയിൽ ജനങ്ങൾ കൂടുതൽ നൽകേണ്ടി വരിക. അതിന് പുറമെയാണ് 17 പൈസ കൂടി 3 മാസത്തേക്ക് ഈടാക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ എത്തിയത്.